എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നറൂട്ടോ ആണെങ്കിൽ എല്ലാ ഓഫീസേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ തന്നെ ഇപ്പോ ലീവ് സാങ്ഷൻ ചെയ്യുകയാണ്. നറൂട്ടോ ഷിക്കമരുവിനോട് പറയും എല്ലാവർക്കും ഈ ഓഫ് അതൊരു റിലീഫ് ആയിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു ലീവ് അതവർക്ക് അവരുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ബൊറൂട്ടോയെ കാണിക്കും. ബൊറൂട്ടോയും ഹീമാവരിയും ഹിനട്ടയും അവർ മൂന്ന് പേരും ഇപ്പോ നറൂട്ടോയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹിനട്ട പറയും ഇന്ന് പപ്പ ആള് നേരത്തെ വരും, നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവണം, ഞാനിന്ന് ഗ്രാൻഡ് ബേ കണ്ട് പെട്ടെന്ന് തിരികെ വരാമെന്ന് പറഞ്ഞ് അവളിപ്പോ പുറത്തേക്ക് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരുപാട് നേരം ഹീമാവരിയും ബൊറൂട്ടോയും നറൂട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. പക്ഷേ നറൂട്ടോ വരിക നെക്സ്റ്റ് ഡേ ആയിരിക്കും. നറൂട്ടോയെ കാണുമ്പോൾ തന്നെ ബൊറൂട്ടോയ്ക്ക് ഒരുപാട് ദേഷ്യം വരും. നറൂട്ടോ പറയും ഇന്ന് നമുക്ക് അട്ടിച്ചു പൊളിക്കാം. അതിന് ബൊറൂട്ടോ ടെൻഷനായി പറയും എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകും. നറൂട്ടോയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവൻ അകത്തേക്ക് നോക്കുമ്പോഴായിരിക്കും ആ ഡോർ സ്റ്റെപ്പിൽ തന്നെ ഹേമാവരി കിടന്നുറങ്ങുകയാണ്. സോ നൈറ്റ് മുഴുവൻ ഇവര് രണ്ടുപേരും എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നറൂട്ടോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവൻ കുറ്റബോധത്താൽ തല താഴ്ത്തി നിൽക്കും. ഉടനെ നറൂട്ടോയുടെ ശബ്ദം കേട്ട് ഹീമാവരി അവൾ ചാടി എഴുന്നേക്കും. ഒത്തിരി സന്തോഷത്തില് അവൾ അവളുടെ പപ്പയെ ഹഗ് ചെയ്യാണ്. നൈറ്റ് മുഴുവൻ ഞാനും ബറൂട്ടോയും ഞങ്ങൾ രണ്ടുപേരും പപ്പയെ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് ഈ ഒരു പാവ അത് വേണം, പപ്പ എനിക്ക് അത് വാങ്ങിത്തരുമോ? അത് കേൾക്കേണ്ട താമസം നറൂട്ടോ ആള് ഹീമാവരിയെ കൂട്ടി ആ ഡോള് വാങ്ങാൻ ഇപ്പൊ പുറത്തേക്ക് പോവാണ്. ആക്ച്വലി ഹീമാവരിക്ക് വേണ്ട പാവ അതാ കുറാമയുടെ പാവയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് കഥയൊക്കെ പറഞ്ഞ് കടയുടെ തൊട്ട് മുൻപിലേക്ക് വരികയാണ്. ആ ഷോപ്പിലാണെങ്കിൽ ഇന്ന് ഒരുപാട് പുതിയ ടോയ്സ് ഒക്കെ വരുന്നുണ്ട്. മാത്രമല്ല നല്ല ഡിസ്കൗണ്ടും. സോ ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാവരും ഇപ്പൊ ആ കടയുടെ മുൻപിൽ ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. കടയാണെങ്കിൽ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടുമില്ല. എല്ലാവർക്കും ആവശ്യം ആ 9 ടൈൽ കുറാമ ബൊമ്മ അതാണ്. സോ നറൂട്ടോയെ പോലും ഒക്കാകെ ആണെന്ന് പോലും ചിന്തിക്കാതെ എല്ലാവരും തട്ടിമാറ്റി കടയിലേക്ക് ഓടുകയാണ്. അപ്പോഴായിരിക്കും കിബ അവൻ അവിടേക്ക് വന്ന് ഇപ്പൊ നറൂട്ടോയുടെ അടുത്ത് സംസാരിക്കുക. ഹീമാവരിക്കാണെങ്കിൽ കിബ ആരാന്ന് മനസ്സിലാവാതെ അവൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഉടനെ നറൂട്ടോ പറയും ഇദ്ദേഹമാണ് മിസ്റ്റർ കിബ, ഇദ്ദേഹവും നിന്റെ അമ്മയും പണ്ട് ഒരേ ടീമിലായിരുന്നു. അപ്പോഴായിരിക്കും ഹീമാവരി കിബയുടെ അക്കമൊരു പട്ടിക്കുട്ടിയെ കാണുക. ഇപ്പൊ അക്കമൊരു പട്ടിക്കുട്ടിയല്ല, അക്കമൊരു ഇപ്പൊ അഡൾട്ട് ആയിരിക്കുകയാണ്. അതിന്റെ കുഞ്ഞും അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഹീമാവരിക്കാണെങ്കിൽ അവറ്റകളെ രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടാവും. അവളാണെങ്കിൽ അവറ്റകളെ കൊഞ്ചിക്കുകയാണ്. ഉടനെ നറൂട്ടോ കൺഫ്യൂസ്ഡ് ആയിട്ട് അവനോട് ചോദിക്കും നീയും കുറാമ ടോയ് അത് വാങ്ങാനാണോ ഇവിടേക്ക് വന്നത്? അതിന് കിബ അവൻ തലയൊക്കെ ചൊറിഞ്ഞു പറയും അതെ, എന്റെ ഗേൾ ഫ്രണ്ടിന് കൊടുക്കാനാണ് ആ ഒരു ടോയ്. അപ്പൊ കറക്റ്റ് സമയത്ത് ആ ഷോപ്പ് ഓപ്പൺ ചെയ്യും. നറൂട്ടോയും കിബയും അവർ രണ്ടുപേരും ഷോപ്പിലേക്ക് ഓടും. അല്പസമയം കഴിയുമ്പോൾ കിബ അവൻ തല താഴ്ത്തി പുറത്തേക്ക് വരാണ്. കാരണം അവൻ ആ ടോയ് അത് കിട്ടിയില്ല. പക്ഷെ അവന്റെ തൊട്ടു പുറകിലായി നമ്മുടെ നറൂട്ടോയ്ക്ക് അവന് ആ ടോയ് കിട്ടും. അവൻ വളരെ ഹാപ്പിയായി തുള്ളിച്ചാടി അതുമായിട്ട് ഹേമാവരിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഹേമാവരി ആണെങ്കിൽ ഒത്തിരി സന്തോഷത്തില് ആ പാക്കറ്റ് പൊട്ടിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു ടെസ്റ്റ്, അത് കുറാമ ഡോളല്ല, മറിച്ച് ഫൊക്കാഗോ ഡോളാണ്. ഒരു സെക്കൻഡ് നമ്മുടെ നറൂട്ടോ ഷോക്കാവും. ഉടനെ കിബ പറയും കുഴപ്പമില്ല, ന്യൂ ടൗണിലും ഓൾഡ് ടൗണിലും അവിടെയും 2 ഷോപ്പുകൾ കൂടെ ഉണ്ട്. പക്ഷെ ഇത്രയും ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. എന്നാലും അവിടെ കുറാമ ഡോള് അതുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ന്യൂ ടൗണിൽ അന്വേഷിക്കേ, ഞാൻ ഓൾഡ് ടൗണിൽ അന്വേഷിക്കാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ അന്വേഷിക്കാനായി പോവും. നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ഹീമാവരിയും കൂട്ടി അങ്ങനെ നടന്നു പോവും. അപ്പോഴായിരിക്കും അവർ ഈനോടെ ഫ്ലവർ ഷോപ്പ് കാണുക. ഈനോയ്ക്കാണെങ്കിൽ ഹീമാവരെ കണ്ട് ഒത്തിരി സന്തോഷമായി 2 ഫ്ലവേഴ്സ് അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബൊറൂട്ടോ അവനങ്ങനെ സിമ്പിൾ ആയിട്ട് നടന്നു വരുമ്പോ മാസ്റ്റർ ഷിനോ ആളാണെങ്കിൽ ആ കുറാമ ടോയ് അത് വെച്ച് കളിക്കുന്നത് കാണുക. ബൊറൂട്ടോ ആണെങ്കിൽ ഷിനോയോട് ക്യാഷ്വലായിട്ട് സംസാരിച്ച് വീണ്ടും അവിടുന്ന് കടന്നു പോവും. അതേസമയം മറ്റൊരു ഭാഗത്ത് നറൂട്ടോ ഹീമാവരിയും നടന്ന് ടെൻടന്റെ അടുത്ത് തിരിക്കുകയാണ്. അവര് ടെൻടനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഇപ്പൊ ആ ഒരു ടോയ് അതെവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും കിബ അവനിപ്പോ അവന് കിട്ടിയ കുറാമ ടോയ് അതുമായിട്ട് തുള്ളിച്ചാടി വരിക. ഹേമാവരിക്കാണെങ്കിൽ ആ ടോയ് കാണുമ്പോ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷാവും. അവൻ പറയും ഞാൻ പോയ ഷോപ്പിലെ ലാസ്റ്റ് പീസായിരുന്നു, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാനിത് മേടിച്ചത്. കിബയാണെങ്കിൽ അക്കമരുവിന്റെ കയ്യിലുള്ള ആ ടോയ് പാക്കറ്റ് അതെടുത്ത് ഓപ്പൺ ചെയ്യും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്, അതാ ടോയ് അല്ല, മറിച്ചൊരു പിസയാണ്. വേറെ ഏതോ ഒരാള് അക്കമൊരു പട്ടിക്കുട്ടിക്ക് പിസ കൊടുത്ത് ആ ഒരു ടോയുമായിട്ട് കടന്നു കളഞ്ഞു. അടുത്ത നിമിഷം നറൂട്ടോ അവനാ കള്ളന്റെ പുറകെ ഓടി കറക്റ്റായി അവനെ ക്യാച്ച് ചെയ്യും. നറൂട്ടോയ്ക്കാണെങ്കിൽ ഓൾറെഡി അവനെ അറിയാം. യു ആർ അൺബിലീവബിൾ, ഇത് നീയായിരുന്നോ? നിന്നെ ഞാൻ ബോർഡർ ലൈനിലേക്ക്
കാവലിനായിട്ട് അയച്ചതല്ലേ. അതിനവൻ ഒരുപാട് വിഷമത്തിൽ തല താഴ്ത്തി ഇപ്പൊ നറൂട്ടോയ്ക്ക് നേരെ നോക്കും. ഞാൻ ആക്ച്വലി ഈ ഒരു ബൊമ്മ അത് തട്ടിയെടുത്തത് എന്റെ മകന് വേണ്ടിയാണ്. എന്റെ മകൻ ഇത് ഒരുപാട് ആഗ്രഹിച്ചു. അത് കേട്ട് ഹീമാവരി അവൾ ഓടി വന്ന് ആ ടോയ് കയ്യിലെടുക്കും. അതിനുശേഷം അവന്റെ മകന്റെ കയ്യില് ആ ഒരു ടോയ് കൊടുക്കുകയാണ്. അവൻ ആ ടോയ് കിട്ടിയ സന്തോഷത്തില് തുള്ളിച്ചാടും. ഉടനെ ഹീമാവരി അവളിപ്പോ കിബയോട് സോറി പറയും. ഐ എം സോറി. അവൻ ആ ബൊമ്മ അത് ഒരുപാട് ആഗ്രഹിച്ചു. അതിന് കിബ അവൻ അവളെ നോക്കി ചിരിച്ച് അവളുടെ തോളിൽ തട്ടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീമാവരി അവളാണെങ്കിൽ ആ ഷിക്കാഗോ നറൂട്ടോ വാങ്ങിക്കൊടുത്ത ആ ഷിക്കാഗോ ബൊമ്മ അതിനെ കയ്യിലെടുത്ത് ഒരുപാട് സന്തോഷത്തോടു കൂടെ തിരികെ വീട്ടിലേക്ക് പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ റാമൻ ഷോപ്പ് കാണിക്കും. അവിടെയാണെങ്കിൽ ആ ഷോപ്പിന്റെ ഉടമസ്ഥരായിട്ടുള്ള അച്ഛൻ, മകൻ, ഗ്രാൻഡ്മ അവരെല്ലാവരും ചേർന്ന് ഇത്തവണ ഒരു കുക്കിംഗ് കോമ്പറ്റീഷന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. നമ്മൾ ഉറപ്പായിട്ടും ഈ തവണ ജയിക്കും. കഴിഞ്ഞ തവണ ഉണ്ടായ പോരായ്മ അതൊക്കെ നികത്തി വേണം നമുക്ക് ഈ തവണ ബെസ്റ്റായിട്ട് മത്സരിക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്നിപ്പോ പുതിയൊരു ഡിഷ് തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ചോച്ചിയെ കാണിക്കും. ചോച്ചിയാണെങ്കിൽ അവർക്ക് 3 പേർക്ക് തിന്നാനായി വെച്ചിരുന്ന സ്നാക്സ് അത് മുഴുവൻ ഒറ്റ ഇരിപ്പിൽ തിന്ന് തീർക്കാണ്. ചോച്ചോ ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഉടനെ ചോച്ചിയുടെ വൈഫ് ആള് ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ഒരുത്തനാണോ? ഇത്രയും വലിയ ആർത്തി പണ്ടാരമാണ് നിങ്ങളെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നമുക്ക് 3 പേർക്കും ഒരാഴ്ചത്തേക്ക് കഴിക്കാനുള്ള സ്നാക്സ് ആണ് ഒറ്റ മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് തിന്നു തീർത്തത്. അവൾ ടെൻഷനായി ഇപ്പൊ ചോച്ചിയെ തല്ലി പുറത്താക്കും. കട്ട് ചെയ്ത പൊറൂട്ടോ അവൻ ഒറ്റയ്ക്ക് ആകെ ശോകമായിട്ട് അങ്ങനെ നടന്നു വരികയാണ്. അപ്പോഴായിരിക്കും അവന്റെ ഓപ്പോസിറ്റ് ചോച്ചോയെയും ചോച്ചിയെയും കാണുക. ചോച്ചിയാണെങ്കിൽ ബോറൂട്ടോയെ കാണേണ്ട താമസം ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ബോറൂട്ടോട് പറയും. ആക്ച്വലി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്റെ വൈഫ് അവളിപ്പോ എന്നോട് ഒരുപാട് ദേഷ്യത്തിലാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും അവളോട് പാച്ചപ്പ് ആവണം. അതിനെന്തെങ്കിലും ഒരു ഐഡിയ നീ പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് ഒരു 3 പേരും ഇപ്പൊ തലപോഞ്ഞ് കൂലങ്കക്ഷമായിട്ട് ആലോചിക്കുകയാണ്. അങ്ങനെ ഒരു കൂലങ്കക്ഷമായിട്ട് ആലോചിച്ച് ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും ചോച്ചോ അവളൊരു പോസ്റ്റർ കാണുക. തീറ്റ മത്സരം 1 വർഷത്തിന് ശേഷം ഇപ്പൊ വീണ്ടും ആ ഒരു കോമ്പറ്റീഷൻ നടക്കാൻ പോവാണ്. ഉടനെ ചോച്ചി ആളും ആ ഒരു അഡ്വർടൈസ്മെന്റ് കാണും. ചോച്ചോ പറയും, ഇതാണ് പറ്റിയ അവസരം. പപ്പയുടെ കഴിവ് അത് ഫുഡ് കഴിക്കുക എന്നതാണ്. ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് മേടിച്ച് നമുക്ക് അമ്മയെ ഇംപ്രസ് ചെയ്യാം. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ചോച്ചോയും ചോച്ചിയും അവർ 2 പേരും ആ മത്സരത്തിൽ പങ്കെടുക്കാൻ ബാറ്റിൽ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. സായി ടീം, ഷിക്കഡ ടീം, ലീ ടീം എന്നിങ്ങനെ ഒരുപാട് ടീം മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അവസാനമായിട്ട് ഇപ്പൊ ബൊറൂട്ടോയും അവിടേക്ക് വരും. ബൊറൂട്ടോയെ കാണുമ്പോൾ തന്നെ ഷിക്കഡ അവൻ ചോദിക്കും, എന്തു പറ്റി? നീയും മത്സരിക്കാൻ വന്നത് തന്നെയല്ലേ? നിന്റെ പപ്പ ആള് വന്നില്ലേ? അതിന് ബൊറൂട്ടോ പറയും, ഇല്ല, പപ്പയ്ക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൻ തല താഴ്ത്തി അങ്ങനെ നടന്നു വരികയാണ്. അവൻ ചുറ്റും നോക്കും. എല്ലാവരും അവരുടെ അച്ഛനുമായിട്ടാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. ബൊറൂട്ടോ മാത്രം ഒറ്റയ്ക്കാണ് മത്സരിക്കാൻ അത്രയും ടീമുകൾക്കിടയിൽ നിൽക്കുന്നത്. അല്പസമയം കഴിയുമ്പോൾ മത്സരം സ്റ്റാർട്ട് ചെയ്യാനുള്ള വിസിൽ മുഴങ്ങും. അത് കേൾക്കേണ്ട താമസം കണ്ടസ്റ്റൻസ് എല്ലാവരും ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ടൗൺ ഷോപ്പിലെ ആ അമ്മൂമ്മ ആളാണെങ്കിൽ ചോച്ചിയെ തന്നെ നോക്കി അങ്ങനെ നിൽക്കും. ഫസ്റ്റ് റൗണ്ടില് നമ്മുടെ ചോച്ചിയും ചോച്ചോയും അവര് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് യാഹൂ ഞങ്ങൾ ജയിച്ചേ എന്നൊക്കെ പറഞ്ഞ് ചാടിത്തുള്ളും. അപ്പോഴായിരിക്കും അവരുടെ ഓപ്പോസിറ്റ് മറ്റൊരു ടീം അവരും ചോച്ചിയുടെ സെയിം ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ചോച്ചിയ ടീം അവരോട് ഏറ്റുമുട്ടണം. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ബാക്കിയുള്ള കണ്ടസ്റ്റന്റിനെ കാണിക്കും. അവർ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ പൊട്ടാനായി അങ്ങനെ തളർന്ന് കിടക്കുകയാണ്. ഉടനെ ചോച്ചിയുടെ കൂടെ തന്നെ ജയിച്ച ആ ഒരു ടീം അവരിപ്പോ ചോച്ചിയുടെ അടുത്തേക്ക് വന്ന് അവര് വെല്ലുവിളിക്കും. അത് കഴിഞ്ഞ് അല്പസമയം കഴിയുമ്പോൾ വീണ്ടും സെക്കൻഡ് ബാറ്റില് അത് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ബാറ്റില് സായി ടീം ആണെങ്കിൽ ഔട്ടായി പോവും. പക്ഷെ ചോച്ചിക്ക് അവന്റെ കോൺഫിഡൻസ് കൂടിക്കൂടി വരും. ഉറപ്പായിട്ടും ഫൈനൽ ബാറ്റില് നമ്മൾ തന്നെ ജയിക്കും. അമ്മയെ നമ്മൾ ഇംപ്രസ് ചെയ്തിരിക്കും. ആക്ച്വലി ചോച്ചിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മത്സരിക്കുന്ന ആ ഒരു ടീം അവർ അറേഞ്ച് ചെയ്തത് പോലും ആ ഒരു ഗ്രാൻഡ്മയാണ്. അടുത്ത മത്സരം സ്പൈസി ബർഗർ അത് കഴിക്കുക എന്നതാണ്. വിസിൽ നീട്ടി അടിക്കും നമ്മുടെ 3 ആൾക്കാർ. ആ സ്പൈസ് ഒക്കെ കൺട്രോൾ ചെയ്ത് ഇപ്പോ ആ ബർഗർ കടിച്ചു പറിച്ച് തിന്നാണ്. ആ ഒരു മത്സരത്തില് ഷിക്കഡായി ടീം അവർ ഔട്ടാവും. ഇനി ബാക്കിയുള്ളത്
ചോച്ചി ടീമും ആ ഗ്രാൻഡ്മ കൊണ്ടുവന്ന ആ ഒരു ടീമുമാണ്. ചോച്ചിയുടെയും ചോച്ചോയുടെയും വായൊക്കെ കത്തിക്കരിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോ അവൻ ഷിനോ സെൻസായോട് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷം ആ സ്പൈസി ബർഗർ അത് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി ആ ഷെഫിനോട് ചോദിക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു ബർഗർ എനിക്ക് തരോ. അവരാണെങ്കിൽ അതിലൊന്നെടുത്ത് ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് കൊടുക്കും. ബൊറൂട്ടോ അത് കഴിച്ചു നോക്കും. അതിലാണെങ്കിൽ ഒട്ടും സ്പൈസ് ഉണ്ടാവില്ല. അപ്പോഴായിരിക്കും അവനൊരു കാര്യം മനസ്സിലാവുക. ചോച്ചിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മത്സരിച്ച ആ ഒരു ടീം അവർ കഴിച്ചത് സ്പൈസി അല്ലാത്ത ഈ ഒരു ബർഗറാണ്. അതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് അവർ കഴിച്ചു തീർത്തത്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇവിടെ ചോച്ചിയും ആ ഓപ്പോസിറ്റ് ടീമും അവർ രണ്ട് ടീമും തമ്മിലുള്ള മത്സരം വമ്പം വാശിയിൽ മുൻപോട്ട് പോവാണ്. ഇത്തവണയും ചോച്ചിയുടെയും ചോച്ചോയുടെയും ഫുഡിൽ മാത്രം നല്ല സ്പൈസി. ആ ഗ്രാൻഡ്മയുടെ ടീം അവരാണെങ്കിൽ ഈസി ആയിട്ട് നോൺ സ്പൈസി ആയിട്ടുള്ള ഫുഡ് വാരി വലിച്ച് തിന്നുകയാണ്. ആക്ച്വലി ആ ഗ്രാൻഡ്മയാണ് നമ്മുടെ ചോച്ചിയാൻ ടീമിനെ തോൽപ്പിക്കാനായി അവരുടെ ഫുഡിൽ മാത്രം ഒരുപാട് സ്പൈസ് അധികമായിട്ട് കലർത്തിയത്. ഓപ്പോസിറ്റ് ടീമാണെങ്കിൽ ഒരു സെറ്റ് സൂപ്പ് അത് കുടിച്ചിരിക്കും. അപ്പോഴേക്കും ബൊറൂട്ടോ അവൻ അടുത്തൊരു സെറ്റ് സൂപ്പ് അവർക്ക് കുടിക്കാനായിട്ട് കൊണ്ടുവന്ന് വെക്കും. ആ ഒരു സൂപ്പിൽ ബൊറൂട്ടോ അവൻ ഓൾറെഡി ഒരുപാട് സ്പൈസ് കലക്കിയിട്ടുണ്ട്. അവർക്കിപ്പോ അത് കുടിക്കാൻ കഴിയാതെ വളരെ സ്ലോയിലായിരിക്കും അത് കുടിക്കുക. അങ്ങനെ ചോച്ചിയാൻ ടീം ഇപ്പൊ നല്ല സ്പീഡിൽ ആ സൂപ്പ് കുടിച്ച് മുൻപോട്ടേക്ക് കുതിച്ചു വരും. ഗ്രാൻഡ്മയ്ക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. അവളാണെങ്കിൽ ഇപ്പൊ ഒരു ചിപ്സു അവർക്ക് നേരെ പ്രയോഗിക്കുകയാണ്. സ്മോക്ക് പോലെ എന്തോ ഒന്ന് ഇപ്പൊ ആ സ്റ്റേജില് അവിടെ മുഴുവനായിട്ടും ഫില്ലാവാനായി തുടങ്ങും. അത് സ്മോക്ക് അല്ല, മറിച്ച് ഡംപ്ലിങ്സ് ആണ്. എല്ലാവരും അത് തകർക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ആരെ കൊണ്ടും അത് അവിടെ നിന്ന് മാറ്റാനോ തകർക്കാനോ കഴിയില്ല. ഉടനെ ചോച്ചി അവൻ ആ ഡംബിൾസ് മുഴുവൻ ഒറ്റയിരിപ്പിന് അങ്ങനെ വിഴുങ്ങാണ്. അതിനുശേഷം ബട്ടർഫ്ലൈ ജിപ്സു അതുപയോഗിച്ച് അവൻ കഴിച്ചതെല്ലാം ദഹിപ്പിച്ച് ഇപ്പൊ ചെറുതായി മാറും. ബൊറൂട്ടോ അവൻ കറക്റ്റ് ആയിട്ട് ആ ഗ്രാൻഡ്മയെ കണ്ടുപിടിച്ച് കള്ളത്തരം പൊളിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ആ ഒരു മത്സരത്തില് ചോച്ചോയെയും ചോച്ചിയെയും അവർ രണ്ടുപേരെയും വിജയികളായി പ്രഖ്യാപിച്ച് പ്രൈസ് കൊടുക്കുകയാണ്. അത് കണ്ട് ചോച്ചിയുടെ വൈഫ് ആളുടെ പിണക്കൊക്കെ മാറി ഒരുപാട് സന്തോഷത്തോടു കൂടെ അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.